السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. റൈറ്റ് സൊല്യൂഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്ന വിഷയം എന്താണ് സിഹർ ബാധ, അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ തെറ്റിദ്ധാരണകളും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിത്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴായി നമ്മുടെ ജീവിതത്തിൽ പെടുന്നതിനെ ഉണ്ടാവുന്ന ചില സംഭവ വികാസങ്ങൾ, അതായത് നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ നമുക്ക് കഷ്ടപ്പാടുകൾ വരിക, ബുദ്ധിമുട്ടുകൾ വരിക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുക. ആ സമയത്തൊക്കെ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സിഹർ എന്നുള്ളതാണ്. സിഹർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 102-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി തന്നെ സിഹറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വത്തബഉ മാ തത്ലു ശയാത്വീന അലാ മുൽക്ക് സുലൈമാൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. അതായത് സുലൈമാൻ നബിയുടെ രാജാധികാരത്തെക്കുറിച്ച് പിശാചുക്കൾ പറഞ്ഞുണ്ടാക്കിയതിനെ അവർ പിൻപറ്റി. അതായത് അത് ജൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. പിശാചുക്കൾ പറഞ്ഞു നടന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയ അനുഗ്രഹങ്ങൾ, അതായത് ഭൂലോക രാജാധികാരവും അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ജിന്നുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷികളുടെയും മൃഗങ്ങളെയും ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുണ്ട്. അതൊക്കെ സിഹർ കൊണ്ടാണ് സുലൈമാൻ നബി നേടിയെടുത്തത് എന്ന് പിശാചുക്കൾ പറഞ്ഞു നടന്നു. അവർ സിഹർ പഠിക്കുകയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിലൂടെ പിശാചുക്കൾ കുഫ്ർ ചെയ്തു. അവർ സത്യനിഷേധികളായി, അവർ കാഫിരീങ്ങളായി എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ സിഹർ ചെയ്യുന്നവൻ അത് കുഫ്റാണ്, അത് ശിർക്കാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. സിഹർ ചെയ്യുന്നവർ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കുക. സിഹർ ഷിർക്കിലേക്കും കുഫ്റിലേക്കും നമ്മെ വഴി നടത്തും. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയെ അയാളുടെ യാതൊരു സമ്മതവും കൂടാതെ, അയാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സിൽ, ശരീരത്തിൽ, അയാളുടെ ബുദ്ധിയിൽ അയാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചില പ്രവർത്തനമാണ് ഷിർക്ക് എന്നുള്ളത്. ചില പൈശാചിക പ്രവർത്തനമാണ് സിഹർ എന്നുള്ളത്. ചില പൈശാചികമായ പ്രവർത്തനം, ചില പൈശാചിക ശക്തികളെ കൂട്ടിപ്പിടിച്ചിട്ട് ഹറാമാക്കപ്പെട്ട പ്രവർത്തനങ്ങളും ഹറാമാക്കപ്പെട്ട വസ്തുക്കളും അങ്ങനെയുള്ള വൃത്തിഹീനമായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള പല വസ്തുക്കളും പല കർമ്മങ്ങളും പ്രവൃത്തികളും പൈശാചികമായിട്ടുള്ള ശക്തിയെ ക്ഷീണിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് സിഹർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. സിഹർ ബാധ ഏൽക്കും എന്നതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സിഹർ ബാധ യാഥാർത്ഥ്യമാണ്. അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ആവശ്യമില്ല. കാരണം അഹ്ലുസുന്നയുടെ അഖീദ അനുസരിച്ചിട്ട് സിഹർ ബാധ യാഥാർത്ഥ്യമാണ്, സിഹർ ബാധിക്കും എന്നുള്ളത് തന്നെയാണ്.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചതായിട്ട് പരിശുദ്ധ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുമാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൽ ബഖറയിലെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആയത്തിൽ തന്നെ പിശാചുക്കൾ സിഹ്ർ പഠിപ്പിച്ചതിനെക്കുറിച്ചും പഠിച്ചതിനെക്കുറിച്ചും പരാമർശിക്കുന്നതോടൊപ്പം തന്നെ സിഹ്റിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകളെ പരീക്ഷണാർത്ഥത്തിൽ അവരെ ഭൂമിയിലേക്ക് നിയോഗിക്കുകയും അവരിൽ നിന്ന് ജനങ്ങൾ സിഹ്ർ പഠിക്കുകയും ചെയ്തു. സിഹ്ർ ജനങ്ങൾ പഠിക്കുമ്പോഴൊക്കെ അവർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഞങ്ങൾ പരീക്ഷണപ്രകാരം അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥമാണ് ഞങ്ങൾ ഭൂമിയിലേക്ക് സിഹ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കരുത്, ഇത് കുഫ്റാണ് എന്ന കാര്യം മലക്കുകൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ജനങ്ങളിൽ പലരും അവരിൽ നിന്ന് സിഹ്ർ പഠിച്ചു. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കാനുള്ള സിഹ്ർ അവരിൽ നിന്ന് പഠിച്ചു എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കാനുള്ള സിഹ്ർ ജനങ്ങൾ അവരിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നു. അപ്പോൾ സിഹ്ർ കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. രണ്ടാളുകളെ തമ്മിൽ പിരിക്കാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും ദാമ്പത്യത്തിലും വരുമാന മാർഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സിഹ്റിന് സാധിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, സിഹ്ർ ബാധ നമുക്ക് ഏൽക്കുന്നതും അത് ബാത്തിലാകുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ്. അള്ളാഹു തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് സിഹ്ർ ബാധിക്കുകയുള്ളൂ. ഒരു സിഹ്ർ ചെയ്യുന്ന വ്യക്തി 1000 തവണ സിഹ്ർ ചെയ്താലും അള്ളാഹുവിൻ്റെ തീരുമാനമില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ഖളാ ഇല്ലെങ്കിൽ ആ സിഹ്ർ നമുക്ക് ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സിഹ്ർ ബാധിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ പലരെയും സമീപിച്ചിട്ട് ഒരുപാട് സാമ്പത്തിക ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പലരും നമ്മിലുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിഹ്ർ ബാധിച്ചാൽ തന്നെ, ഇത് ബാധിച്ചു എന്നറിയാൻ തന്നെ നമ്മൾ ആരെയും സമീപിക്കേണ്ട ആവശ്യമില്ല. സിഹ്ർ ചെയ്യുന്നവൻ അവരുടെ 2 ലോകങ്ങളും പരലോകവും ഇഹലോകവും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അവർ സിഹ്ർ പഠിച്ചുകൊണ്ട് അവരുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതായത് അവർ ശിർക്കിലേക്കും കുഫ്രിലേക്കും വഴിമാറുകയാണ് ചെയ്യുന്നത് സിഹ്ർ ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ നീച പ്രവർത്തനത്തിൽ നിന്ന് അവർ പിന്മാറേണ്ടതാണ്. കാരണം ഇസ്ലാമിക വീക്ഷണപ്രകാരം മഹാപാപങ്ങളിൽ 7 മഹാപാപങ്ങളിൽ രണ്ടാമത്തതാണ് സിഹ്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സിഹ്റുമായിട്ട് അടുക്കാൻ തന്നെ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്ന് അവരതിൽ നിന്ന് പിന്മാറേണ്ടതാണ്, തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ അവരുടെ ഇഹപരലോകങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും സിഹ്ർ ബാധിച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സിഹ്ർ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ പേടിക്കുന്നത് സിഹ്ർ ബാധിച്ചോ എന്നുള്ള പേടിയാണ് അവർക്ക് കൂടുതലും. സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ചില ലക്ഷണങ്ങൾ, പ്രാഥമികമായിട്ട് ചില ലക്ഷണങ്ങളുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യത്തെ തൊട്ട് നമുക്ക് അലസത ഉണ്ടാവും. ഇപ്പോൾ 5 നേരം കൃത്യമായിട്ട് നമസ്കരിക്കുന്ന ഒരാൾക്ക് നിസ്കാര കാര്യങ്ങളിൽ പെട്ടെന്നൊരു അലസത ഉണ്ടാവുക, നിസ്കരിക്കാൻ താല്പര്യമില്ലാതിരിക്കുക, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിസ്കാരത്തിൽ നിന്നൊരു ശ്രദ്ധ കിട്ടാതിരിക്കുക, വസ്വാസ് ഉണ്ടായിരിക്കുക, ഇങ്ങനെയുള്ള അലസമായിട്ടിരിക്കുക. നിസ്കാരത്തിൽ അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോഴൊക്കെ അലസത ഉണ്ടായിരിക്കുക. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് തവണ കോട്ടുവായ വരിക. അതായത് സിഹ്ർ ബാധിച്ചാൽ പ്രാഥമികമായിട്ടുണ്ടാകുന്ന ആദ്യ ലക്ഷണമാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ അലസത ഉണ്ടായിരിക്കുക, അതിൽ നിന്ന് പിന്നോട്ടടിക്കുക. ഇനി അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഹൃദയത്തിൽ ഒരു ഭയപ്പാടുണ്ടാകുക, ഒരു കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകുക, കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുക. ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ സൂക്ഷ്മമായിട്ട്
ശ്രദ്ധയോടെ കേൾക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക. അതുപോലെ തന്നെ ബാങ്കും ഖുർആനും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ അസ്വസ്ഥത ഉണ്ടാകുക, സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ പ്രാഥമികമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ഇങ്ങനെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ, അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ലായ്മ, ഉറങ്ങിയാൽ തന്നെ ദുസ്വപ്നങ്ങൾ കാണുക, ഇടയ്ക്കിടെ നെറ്റി എഴുന്നേൽക്കുക, ഉറക്കിൽ വീഴുന്നതായിട്ട് സ്വപ്നം കാണുക, ക്ഷുദ്രജീവികളെ അല്ലെങ്കിൽ പിശാചുക്കളെ സ്വപ്നം കാണുക, ഇതൊക്കെ സിഹറിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് സിഹർ ബാധിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ആരുടെ അടുത്തും പോകേണ്ടതില്ല. നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും പോയാൽ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, സിഹർ ഉണ്ടായാലും ഇല്ലെങ്കിലും അവർ പറയും നിങ്ങൾക്ക് സിഹറാണ്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത്ര പൈസ വേണം, അത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഒരുപാട് പൈസയും വാങ്ങി അവർ നിങ്ങളെ ചൂഷണം ചെയ്യും. ഈ മേഖലയിൽ ഇരിക്കുന്നവർ, അതായത് ഈ ചികിത്സാ രംഗത്തിരിക്കുന്നവർ 99% ആളുകളും തട്ടിപ്പിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളെടുത്ത് പോയിട്ട് നിങ്ങൾ എന്താക്കരുത്, സാമ്പത്തിക ചൂഷണത്തിനും ആത്മീയ ചൂഷണത്തിനൊന്നും നിങ്ങൾ വിധേയരാവേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിഹർ ബാധിച്ചോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പറയുന്ന രീതിയിലുള്ള ഏറ്റവും ചെറുതായിട്ടുള്ള ലഘുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതും ഖുർആൻ കൊണ്ടുള്ള ശരിയാത്ത് പ്രകാരമുള്ള ഷർഈയായിട്ടുള്ള ഒരു റുഖയ്യാണത്. നമുക്ക് ബാധിച്ചോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലാകാൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓതാൻ അറിയില്ല എങ്കിൽ ബുദ്ധിമുട്ട്, ചില സിഹർ ബാധിച്ച ആളുകൾക്ക് ചിലപ്പോൾ ഓതാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ഓതാനുള്ള മനസ്സുണ്ടാവില്ല. അങ്ങനെയാണ് നിങ്ങൾ വീട്ടിലുള്ള ആരെക്കൊണ്ടെങ്കിലും ഓദിച്ചാൽ മതി. കാരണം എല്ലാവർക്കും ഓതാൻ അറിയാവുന്ന സൂറത്തുകൾ തന്നെയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടത്, മന്ത്രിക്കുന്ന ആൾ, ഓതി മന്ത്രിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് വുളുവോട് കൂടിയിട്ട് ഒരു സ്ഥലത്തിരിക്കുക. വുളുവോട് കൂടി ഒരു സ്ഥലത്തിരിക്കുക, കിബിലക്ക് മുന്നിട്ടിട്ടിരിക്കുക. അതിനുശേഷം ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളെ മുന്നിൽ വെക്കുക. ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സൂറത്തുകൾ ഓതിയിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് മന്ത്രിക്കുക. ഏതൊക്കെ സൂറത്തുകളാണ്? ആദ്യം ഓതേണ്ടത് ഫാത്തിഹ സൂറത്ത്. 3 ഫാത്തിഹ സൂറത്ത് ഓത്. ഓരോ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് 3 തവണ അതിലേക്ക് ഓത്. ഓതുന്നതിന് മുമ്പ് പ്രത്യേകം നാം ശ്രദ്ധിക്കുക, ഓതുന്നതിന് മുമ്പായിട്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 തവണ ഓത്. അതിനുശേഷമാണ് ഫാത്തിഹ സൂറത്ത് ഓതേണ്ടത്. 3 ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം രണ്ടാമതായിട്ട് ഓതേണ്ടത് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഓത്. 3 തവണ ആയത്തുൽ കുർസിയും ഓതും. ഓരോ ആയത്തുൽ കുർസി ഓതുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതും. അതിനുശേഷം നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്, ആമന റസൂൽ എന്ന് പറയുന്ന അവസാനത്തെ 2 ആയത്ത്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്, അത് 1 തവണ ഓതി. അത് 1 തവണ ഓതിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊത്. അതിനുശേഷം സൂറത്ത് യൂനുസിലെ 82-ാമത്തെ ആയത്ത്, ഫലമ്മ അൽഖൗ ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സൈബത്തുലഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ എന്ന സൂറത്ത് യൂനുസിലെ 82-ാമത്തെ ആയത്ത്, അത് 7 തവണ ഓത്. 7 തവണ. ആദ്യം 3 തവണ ഓതിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഓതുക. അതിനുശേഷം 3 തവണ ഓതുക, ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഓതുക. അതിനുശേഷം 1 തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഊതുക. അങ്ങനെ ടോട്ടൽ 7 തവണ. അതിനുശേഷം 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഊതുക. അതിനുശേഷം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 തവണ ഓതിയിട്ട് ഊതുക. അതിനുശേഷം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 തവണ ഓതിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഊതുക. അതിനുശേഷം നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അതായത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്തും 3 തവണ ഓതിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഓതുക. അങ്ങനെ മുഴുവനായിട്ട് ഓതിക്കഴിഞ്ഞ് മന്ത്രിച്ച് വെച്ച ഈ വെള്ളം ആർക്കാണോ സിഹർ ബാധിച്ചിട്ടുള്ളത് ആ വ്യക്തിയോട്
കുടിക്കാൻ വേണ്ടി പറയും. ഈ വെള്ളം കുടിച്ചു. ഇനി ആ വ്യക്തിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കുടിച്ച ഉടനെയോ അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിലോ, അതായത് പെട്ടെന്ന് തന്നെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ രാവിലെ കുടിച്ചാൽ ചിലപ്പോൾ രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയോ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും. തലവേദന ഉണ്ടാകുക, ചിലപ്പോൾ വെള്ളം കുടിച്ച ഉടനെ തന്നെ തലവേദന ഉണ്ടാകും, വയറുവേദന ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രത്യേക അസ്വസ്ഥത ഉണ്ടാകും, ഒരു നെഞ്ചിടിപ്പ് കൂടും, നെഞ്ചിരിച്ചലുണ്ടാകാം. അങ്ങനെയുള്ള വെള്ളം കുടിച്ച സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുക. ചിലപ്പോൾ വയറുവേദനയായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ തലവേദനയായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ഒരു ശാരീരികമായിട്ട് മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാവുക. അത് കുടിച്ചവർക്കും മനസ്സിലാകും, അല്ലെങ്കിൽ ആരാണോ മന്ത്രിച്ചു കൊടുത്തത് അപ്പോൾ അവർക്കും അവരുടെ മുമ്പിൽ നിന്ന് ഈ വ്യക്തി ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമ്പോൾ അവർക്കും അത് മനസ്സിലാകും. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. ഇനി അസ്വസ്ഥതകളൊന്നും തന്നെ ഇല്ല, പക്ഷേ ഈ പറഞ്ഞ സിഹറിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് എങ്കിൽ ഈ രീതിയിൽ 3 തവണ, അതായത് 3 ദിവസം ഈ രീതിയിൽ തുടരുക. അതായത് വെള്ളം കുടിച്ച വ്യക്തിക്ക് അസ്വസ്ഥതകളൊന്നും തന്നെ ഇല്ല, പക്ഷേ സിഹറിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് താൻ എങ്കിൽ 3 ദിവസം തുടർച്ചയായിട്ട് ഇതേ രീതിയിൽ വെള്ളം മന്ത്രിച്ച് കുടിപ്പിക്കുക. ഇനി അസ്വസ്ഥതകൾ ഉണ്ട് എങ്കിൽ സിഹർ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സിഹർ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? സിഹർ ബാത്തിലാക്കാൻ വയറുവേദനയാണ് എങ്കിൽ ഇതേ രീതിയിൽ വെള്ളം മന്ത്രിച്ച് കൊടുക്കുന്ന അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സൂറത്തുകളും ആയത്തുകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിക്കുകയും ചെയ്യുക. 7 ദിവസം ആ വ്യക്തിയെ മന്ത്രിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാകാനും അഥവാ സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ ഇതേ മന്ത്രിച്ച സൂറത്തുകൾ കൊണ്ട് തന്നെ ആ വ്യക്തിയെ 7 ദിവസം മന്ത്രിക്കുക. ആ വ്യക്തിക്ക് വയറുവേദനയാണ്, അതായത് ഈ വെള്ളം കുടിച്ച സമയത്ത് വയറ്റിലാണ് വേദന കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഈ മന്ത്രിച്ച വെള്ളം 7 ദിവസം അദ്ദേഹത്തെ കൊണ്ട് കുടിപ്പിക്കുക. അതായത് ഓരോ ദിവസവും മന്ത്രിച്ചു കൊടുക്കുക, അദ്ദേഹത്തെ വെള്ളം കുടിപ്പിക്കുക. അതോടൊപ്പം ഇതേ സൂറത്തുകൾ ഓതിയിട്ട് അദ്ദേഹത്തെ മന്ത്രിക്കുകയും ചെയ്യുക. കാരണം വയറുവേദനയാണെങ്കിൽ ചിലപ്പം കൈവശത്തിൻ്റെ സിഹർ വയറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് അത് അർത്ഥമാകുന്നത്. അതുകൊണ്ട് വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ട് അത് അവിടെ നിന്ന് നീക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം മന്ത്രിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ സിഹർ ബാധിച്ചാലും സിഹർ ബാധ ഏറ്റിട്ടുണ്ടോ എന്നറിയാനും നമ്മൾ ആരുടെ അടുത്ത് പോയിട്ടും പൈസ കൊടുത്ത് പരിശോധിപ്പിക്കേണ്ട, ചികിത്സിക്കേണ്ട ഒരാവശ്യവുമില്ല. അത് ചൂഷണമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരന്മാർ, ഇന്ന് സിഹർ ബാധിച്ചോ എന്ന് കരുതിയിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നിങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം തന്നെ അത് ബാത്തിലാവുകയും ചെയ്യും. ജീവിതകാലം മുഴുവൻ സിഹർ ബാധിച്ചിട്ട് അങ്ങനെ പിന്നെ നിങ്ങളുടെ ജീവിതമൊക്കെ എന്താ പറയുക സിഹറിലായിട്ടങ്ങ് അവസാനിച്ചു പോകും, അങ്ങനെയൊന്നും തന്നെയില്ല. അതൊക്കെ പലരും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നതാണ്. സിഹർ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അത് ബാത്തിലാക്കാനുള്ള സൂറത്തുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുകൾ ഓതി മന്ത്രിക്കുകയാണ് വേണ്ടത്. ഇനി മറ്റു തരത്തിൽ പൈശാചികപരമായിട്ടുള്ള ബാധകളുണ്ടെങ്കിൽ അതിനും ഇസ്ലാമികപരമായിട്ടുള്ള ചികിത്സ തന്നെയാണ് വേണ്ടത്. സിഹറിനെ പറ്റിയിട്ടുള്ള, സിഹർ ബാധയെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ മറ്റ് പല വീഡിയോകളിലായിട്ട് ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. അതായത് സിഹർ ബാധ അത് ഏതൊക്കെ മേഖലകളിലാണ്, അതായത് ഏതൊക്കെ തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്നത്, അവരുടെ ഏതൊക്കെ മേഖലകളിലാണ് ജനങ്ങൾക്കത് ബാധിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ സിഹറിനെ പല തരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ 7 ശക്തമായ സിഹറുകളുണ്ട്. അതൊക്കെ ഞാൻ മറ്റുള്ള വീഡിയോകളിൽ ഓരോ സിഹറും എങ്ങനെയാണ്, എത്ര തരം സിഹറാണ്, ഏത് തരത്തിലാണ് ബാധിക്കുന്നത്, ഏത് തരത്തിലാണ് സിഹർ ഏത് മേഖലയിലാണ് ബാധിക്കുന്നത്, ഭാര്യഭർത്ത ബന്ധത്തെ ബാധിക്കുന്നതുണ്ട്, നിത്യരോഗിയാക്കുന്ന സിഹറുണ്ട്, നമ്മളെ വരുമാന മാർഗങ്ങളെ ബാധിക്കുന്ന സിഹറുണ്ട്, അതുപോലെ തന്നെ ഒരാളെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന സിഹറുണ്ട്,
അങ്ങനെ 7 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ സിഹറുകളുണ്ട്. അതിനൊക്കെ കുറിച്ച് ഞാൻ മറ്റ് വീഡിയോകളിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിഹർ ബാധിച്ചു എന്നത് കൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. അതിന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സിഹർ തിരിച്ചറിഞ്ഞ്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് തിരിച്ചറിഞ്ഞ് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ മന്ത്രിക്കുക. ഇനി 7 ദിവസത്തോളം മന്ത്രിച്ചു എന്നിട്ടും മാറുന്നില്ല എങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് തുടരുക. ആരെടുത്ത് പോയിട്ടാലും നിങ്ങൾക്ക് നിങ്ങളെ സിഹർ ബാത്തിലാക്കാനാവില്ല, അള്ളാഹു തീരുമാനിക്കുന്ന കാലം അത്രയും. അപ്പോൾ അള്ളാഹു പഠിപ്പിച്ചത്, സിഹർ ബാത്തിലാക്കാൻ അള്ളാഹും അവൻ്റെ റസൂലും എന്താണ് പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് നാം ചികിത്സ ചെയ്യേണ്ടത്. നിങ്ങൾ ജ്യോത്സ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ അടുത്തോ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. 40 ദിവസത്തെ അമലുകൾ പൊളിഞ്ഞു പോകും. അതോടൊപ്പം തന്നെ നിങ്ങളെ കാശും വെറുതെ തീർന്നു പോകും. അല്ലാതെ അവർക്കൊന്നും നിങ്ങളെ സിഹറോ അല്ലെങ്കിൽ നിങ്ങളെ പൈശാചികപരമായിട്ട് ബുദ്ധിമുട്ടുകളോ കണ്ണേറോ ഒന്നും തന്നെ നീക്കാൻ അവർക്കൊന്നും സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നിങ്ങൾക്ക് ബാധിച്ചതാണ്. അത് മാറണമെങ്കിൽ, ബാത്തിലാകണമെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച ഖുർആനിക ചികിത്സ കൊണ്ട് തന്നെ ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. സിഹർ ബാധിച്ചാൽ അത് തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തുകൾ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ച്, സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതേ സൂറത്തുകൾ തന്നെ ഓതി മന്ത്രിക്കുക. വയറുവേദന കൂടുതലായിട്ട് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ മന്ത്രിച്ച വെള്ളം, അതായത് ആ സൂറത്തുകൾ തന്നെ ഓതി മന്ത്രിച്ച വെള്ളം 7 ദിവസം കുടിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ സിഹറും അള്ളാഹു ബാത്തിലാക്കി തരും. നമ്മളിൽ പലർക്കും ബാധിച്ചിട്ടുള്ള സിഹറും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി തരട്ടെ. നമ്മൾക്കെതിരെ സിഹർ ചെയ്യുന്ന ശത്രുക്കളെ അള്ളാഹു അതിൽ നിന്ന് പിന്തിരിക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സിഹറിലായിട്ട് ഒരുപാട് കഷ്ടങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അവരുടെ സിഹർ മുഴുവനായിട്ടും ബാത്തിലാക്കി കൊടുക്കട്ടെ. അതോടൊപ്പം അവരുടെ ജീവിതം അള്ളാഹു ഖൈറലാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.